അതാണ് പറഞ്ഞിരുന്നെങ്കിൽ സോറി, ഞാൻ ഈ വഴിക്ക് ശരിയല്ലെന്ന് ആലോചിച്ച് നോക്കും. നല്ലൊരു ശതമാനം ആൾക്കാരും ആ വഴിക്ക് വരുന്നുണ്ടാവും. പക്ഷെ എങ്ങനെയാണ് അപ്പൊ പിന്നെ എന്താണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഉപയോഗിച്ച് ബോധ്യപ്പെട്ട പ്രോഡക്റ്റുകൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഞാനത് ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഞാൻ ഉപയോഗിക്കാതെ എങ്ങനെ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുക? ഞാൻ ഉപയോഗിച്ച് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാതെ ഞാൻ എങ്ങനെ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുക? അപ്പൊ ചില ആൾക്കാർ പറയും നമുക്ക് ഗ്ലൂക്കോ ഹെൽത്ത് ഒക്കെ എങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റും? എനിക്ക് ഡയബറ്റിക് പ്രോബ്ലം ഒന്നും ഇല്ല, പിന്നെ എങ്ങനെ ഞാൻ ഗ്ലൂക്കോ ഹെൽത്ത് ഷെയർ ചെയ്യാൻ പറ്റും? അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റും? ആക്ച്വലി ഗ്ലൂക്കോ ഹെൽത്ത് ആയിക്കോട്ടെ, പ്രോകാർഡ് ആയിക്കോട്ടെ, ആയുസാന്റെ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാനായിട്ട്, ഡയബറ്റിക് സിറ്റുവേഷൻ അല്ലെങ്കിൽ കാർഡിയാക് പ്രോബ്ലം വരാതിരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട പ്രോഡക്റ്റുകളാണ്. അപ്പൊ ഇതുകൊണ്ട് തന്നെ നമ്മള് ഒരു 6 മാസത്തെ ഒരു കോഴ്സായിട്ട്, അതായത് ഈ മാസം നമ്മൾ ഗ്ലൂക്കോ ഹെൽത്ത് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അടുത്ത മാസം നമ്മൾ പ്രോകാർഡ് ഉപയോഗിക്കുന്നത്, അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. പക്ഷെ അപ്പോഴും നമുക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നും നമുക്ക് പറയാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല. അപ്പൊ ആ സമയത്ത് നമുക്ക് എക്സ്പീരിയൻസ് പറയാനായിട്ട് സാധിക്കുന്നത് നമ്മളുടെ വേണ്ടപ്പെട്ട, നമ്മളുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആള് പ്രോഡക്റ്റ് ഉപയോഗിച്ച് കിട്ടിയ റിസൾട്ട് ആയിരിക്കും നമുക്ക് ഷെയർ ചെയ്യാനുണ്ടാവുക. അപ്പൊ നമ്മുടെ അച്ഛനോ നമ്മുടെ അമ്മയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആള് ആ പ്രോഡക്റ്റ് ഉപയോഗിച്ച് കിട്ടിയ റിസൾട്ട് എന്താണ് നമുക്കത് ഷെയർ ചെയ്യാനായിട്ട് പറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് അപ്പൊ അവിടെയും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ തന്നെ ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ട് പറയാനായിട്ട് എനിക്ക് പറ്റിയില്ലല്ലോ അല്ലെങ്കിൽ പറ്റുന്നില്ലല്ലോ എന്ന് പറയേണ്ട എന്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള, എന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആള്, അല്ലാണ്ട് വേറെ ആരെങ്കിലും ഉപയോഗിച്ചു, അതായത് പുറമെ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ട് അല്ല നമുക്ക് പറയാനുള്ളത്. എന്റെ റിസൾട്ടാണ് എനിക്ക് പറയാനുള്ളത്. അത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെയാണ് ഷെയറിങ് എന്ന് പറയുന്നത്. ആ ഷെയറിങ് പ്രോസസ്സ് നമുക്ക് ഇവിടെ ഭംഗിയായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കാതെ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മളെ സംബന്ധിച്ച് 100% നമ്മൾ 100% പ്രോഡക്റ്റ് ഉപയോഗിക്കണം എന്നല്ല, പ്രോഡക്റ്റ് നമ്മൾക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ വെസ്റ്റീജിൽ ഉണ്ടെങ്കിൽ, നമ്മളിപ്പോ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പേസ്റ്റ് ആയിക്കോട്ടെ, സോപ്പ് ആയിക്കോട്ടെ, ബ്രഷ് ആയിക്കോട്ടെ, ഷാമ്പു ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതുപോലെ എന്തൊക്കെ പ്രോഡക്റ്റുകൾ നമുക്ക് വെസ്റ്റീജിലുണ്ടോ അത് നമ്മൾ ഇവിടെ നിന്നേ ഉപയോഗിക്കുള്ളൂ എന്നുള്ളൊരു തീരുമാനം നമ്മൾ എടുക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, പലപ്പോഴും ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമുക്ക് ബ്രാൻഡ് മാറ്റാനായിട്ട് പലപ്പോഴും പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറ്. അത് ഒരു തവണയ്ക്ക് ബുദ്ധിമുട്ടുള്ളൂ. ഞാൻ ചെയ്യുന്നത് എന്റെ ബിസിനസ് ആണ്, ഞാൻ ഉപയോഗിക്കുന്ന എന്റെ ബിസിനസ്സിലെ എന്റെ പ്രോഡക്റ്റുകളാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ കൂടെ വന്ന് ഞാൻ ആ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ, പിന്നെ വല്ല അലർജിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന് ഒരു എക്സെപ്ഷൻ ഉള്ളൂ. അല്ലാത്തൊരു സാഹചര്യത്തിൽ ഇത് നമ്മുടെ പ്രോഡക്റ്റ് ആണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരു ഹോട്ടൽ നടത്തുകയാണ്, നിങ്ങൾ ഹോട്ടൽ നടത്തുന്നു, നിങ്ങളുടെ ഹോട്ടലിന് എല്ലാ ഭക്ഷണവും കിട്ടാനുണ്ട്. പക്ഷേ നിങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഓപ്പോസിറ്റ് ഉള്ള ഹോട്ടലിൽ പോയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അവിടുത്തെ മസാല ദോശ നല്ല മസാല ദോശയാണ്, അതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ടാണ് ഭക്ഷണം കഴിക്കാറ് അല്ലെങ്കിൽ കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹോട്ടലിന്റെ അവസ്ഥ എന്താണ്? നിങ്ങളുടെ ഹോട്ടലിൽ എങ്ങനെയാണ് ബിസിനസ് ഉണ്ടാവാൻ പോകുന്നത്? ഒന്ന് ആലോചിച്ചോ, ഒന്ന് ചിന്തിച്ചോ. അപ്പൊ ആയതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള എക്സ്ക്യൂസും ഇല്ല. നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ പ്രോഡക്റ്റ്, നമ്മുടെ ബിസിനസിന്റെ, എന്റെ പ്രോഡക്റ്റ്, അതാണ് വെസ്റ്റീജ് പ്രോഡക്റ്റിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഉപയോഗിച്ചിരിക്കും, ഞാൻ റെക്കമെൻഡ് ചെയ്യും. അത് ഇനി വേറൊരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന സിസ്റ്റം ഇല്ല, അല്ലെങ്കിൽ അതില്ല ഇവിടെ. അതാണ് പറഞ്ഞു വന്നതിന്റെ കാര്യം. ഇങ്ങനെ ഒരു കാഴ്ചപ്പാട്, ഇങ്ങനെ ഒരു ഉറച്ച തീരുമാനം നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ പകുതി പണി കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ടുകളാണ്. ഞാൻ സിമ്പിൾ ആയിട്ട് ചോദിക്കട്ടെ, നിങ്ങൾ എല്ലാ മാസവും 100 PV ചെയ്യുന്ന ഒരാളാണ്, 100 PVയുടെ പ്രോഡക്റ്റ്, 100 PV ഒരു ബേസ് ആണ് പറയുന്നത്, 100 PV എല്ലാ മാസവും ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ബെനിഫിറ്റ് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും? നിങ്ങളെ സംബന്ധിച്ച് എങ്ങനെ പറഞ്ഞാലും ഒരു 10, 50, 60% ബെനിഫിറ്റിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. യെസ് ഓർ നോ? നമുക്ക് ഓൾറെഡി 10-20% ഡിസ്കൗണ്ടിലാണ് പ്രോഡക്റ്റ് കിട്ടുന്നത്. റീപർച്ചേസ് ഓഫറിലൂടെ ഒരു 10% പ്രോഡക്റ്റ് നമുക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. കൺസിസ്റ്റൻസി ഓഫറിലൂടെ നമുക്ക് ഏകദേശം ഒരു 10-25% പ്രോഡക്റ്റിൽ എക്സ്ട്രാ വീണ്ടും കിട്ടുന്നുണ്ട്. അപ്പൊ ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാല് ഒരു 50-55% ബെനിഫിറ്റ് നമുക്ക് ഓൾറെഡി കിട്ടുന്നുണ്ട്. അതിന്റെ കൂട്ടത്തില് നമുക്ക്
പെർഫോമൻസ് ബോണസ് എന്നുള്ള നിലയിൽ ക്യാഷ് ബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ സാധാരണക്കാരന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ക്യാഷ് ബാക്ക് എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ 3% നമ്മുടെ പർച്ചേസ് വാല്യൂവിന്റെ 3% തൊട്ട് 10% വരെ നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് വരുന്നുണ്ടായിരിക്കും. അതും കൂടി കൂട്ടി കഴിഞ്ഞാൽ മോർ ദാൻ 60% ബെനിഫിറ്റിലാണ് നമ്മൾ പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ 100 PVയുടെ കൺസിസ്റ്റൻസി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ 4 മാസം കൂടുമ്പോൾ നമുക്ക് ആ കൺസിസ്റ്റൻസി പ്രോഡക്റ്റിൽ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പൊ നോർമലി നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ 1000 രൂപയ്ക്കോ 2000 രൂപയ്ക്കോ 3000 രൂപയ്ക്കോ പ്രോഡക്റ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അതിനൊന്ന് എൻഹാൻസ് ചെയ്തൊരു 3000 രൂപയുടെ പ്രോഡക്റ്റ്, മിനിമം ഒരു 3000 രൂപയുടെ. കാരണം എന്താ വെച്ചാൽ കമ്പനിയിൽ നിന്ന് കിട്ടാനുള്ള ആ ബെനിഫിറ്റുകൾ കമ്പനി നിങ്ങൾക്ക് തരാനായിട്ട് തയ്യാറായിക്കൊണ്ടാണ് ഇത് അനൗൺസ് ചെയ്തിട്ടുള്ള ഓഫറൊക്കെ അനൗൺസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ കമ്പനിയിൽ നിന്ന് കിട്ടാനുള്ള ഓഫറുകളൊക്കെ മാക്സിമം എൻകാഷ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ 100 PVയുടെ പ്രോഡക്റ്റ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ബേസിക് ആയിട്ട് 100 PVയുടെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. നമുക്കറിയാം, നമുക്ക് 4 കൺസിസ്റ്റൻസി വരെ ഒരു മാസം നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതിന്റെ കൂട്ടത്തിൽ 60 PVയുടെ കൺസിസ്റ്റൻസി കൂടി എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 460 PVയുടെ പ്രോഡക്റ്റ് നമുക്ക് പേഴ്സണലി പർച്ചേസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. ബെനിഫിറ്റഡ് ആയിട്ട്, അതായത് ഞാൻ ഈ പറഞ്ഞ 60%-ലധികം ബെനിഫിറ്റോട് കൂടിയിട്ട് പ്രോഡക്റ്റ് വാങ്ങാനായിട്ടുള്ള അവസരം നമുക്ക് 460 PVക്ക് വരെ നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ 460 PV ചെയ്യണമെന്നോ 460 PV പ്രൊമോട്ട് ചെയ്യാനോ വേണ്ടിയിട്ടല്ല ഞാൻ ഈ പറഞ്ഞത്. ചില ആൾക്കാരെ സംബന്ധിച്ച് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിലും പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നതിലും ഒക്കെ പ്രത്യേക ഒരു അഭിനിവേശം, പാഷൻ ഉള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് അതിനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. നോർമലി നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്, ഇപ്പൊ കമ്പനി പ്രൊമോട്ട് ചെയ്യുന്നത് റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു 300 PV ആണ്. എല്ലാ മാസവും 300 PV, ഒരു 10,000 രൂപയുടെ അടുത്തുള്ള പർച്ചേസ്. 300 PVയുടെ പ്രോഡക്റ്റ് നമ്മുടെ ആവശ്യത്തിന് നമ്മൾ മേടിച്ചു ഉപയോഗിക്കുന്നു, കുറച്ച് കൊടുക്കുന്നു. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കമ്പനി സ്പെഷ്യൽ ബെനിഫിറ്റുകളൊക്കെ നമുക്ക് തരുന്നുണ്ട്. ഈ പറഞ്ഞ രീതിയിൽ 60%-ലധികം പ്രോഡക്റ്റുകൾ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. 60% ബെനിഫിറ്റുകൾ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഇത്രയും ബെനിഫിറ്റുകൾ നമുക്ക് ആഡ് ചെയ്ത് നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. ഇതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് വരുന്നത്. അപ്പൊ ഇത് ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതില് എനിക്ക് ഇത്രയേ പറ്റുള്ളൂ, ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ അങ്ങനെ മാത്രം തീരുമാനിക്കാതിരിക്കുക. നിങ്ങളുടെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരെ അടുത്ത് കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾ തമ്മിൽ സംസാരിച്ചതിന് ശേഷം നിങ്ങളുടെ കപ്പാസിറ്റിയുടെ മാക്സിമത്തിൽ നിങ്ങൾ ചെയ്യാം. അവരുടെ അടിച്ചേൽപ്പിക്കൽ വെച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനുള്ളത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമത്തിൽ നിങ്ങൾ ചെയ്യാം. അത് 300 ആണെങ്കിൽ 300, 500 ആണെങ്കിൽ 500 നിങ്ങൾ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ 100 PVക്ക് പകരം, അല്ലെങ്കിൽ ഇപ്പൊ 1000 രൂപയുടെ പ്രോഡക്റ്റ് ആണ് എല്ലാ മാസവും നിങ്ങൾ വാങ്ങിക്കുന്നത്, അതിനെ നിങ്ങൾക്ക് 100 PV ആക്കാനായിട്ട് സാധിച്ചാൽ അതിനെ നിങ്ങൾക്ക് 200 PV ആക്കാൻ, ഞാൻ എല്ലാ മാസവും 200 PV ചെയ്യുന്ന ആളാണ്. എന്താ 200 PV ചെയ്യണതിന്റെ കാര്യം, അതിന്റെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, എനിക്ക് നമ്മുടെ വില്ലിംഗ് ടീം പറയുന്ന കോർ ഡിസ്ട്രിബ്യൂട്ടർഷിപ്പിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ് നമ്മുടെ പേഴ്സണൽ PV 150 PV എന്ന് പറയുന്നത്. അപ്പൊ 150 PV പേഴ്സണൽ PV ഞാൻ ചെയ്തേ പറ്റൂ. കാരണം ആസ് എ കോർ ഡിസ്ട്രിബ്യൂട്ടർ എനിക്കത് ചെയ്യണം. അപ്പൊ 150 PV ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 100 PVയുടെ ഓഫർ മാത്രമേ കിട്ടുള്ളൂ. 50 PVക്ക് ഓഫർ കിട്ടില്ല, കൺസിസ്റ്റൻസി ഓഫർ ഒന്നുമില്ല. പിന്നെ കിട്ടാവുന്നത് അത് 60 PV കൂടെ 50-ന് പകരം 60 ആക്കി ചെയ്ത് കഴിഞ്ഞാൽ, 160 ആക്കി ചെയ്ത് കഴിഞ്ഞാൽ 100-ന്റെയും കിട്ടും, 60-ന്റെയും കിട്ടും. പക്ഷെ 60-ന്റെ ഒരു അത്ര എനിക്ക് അട്രാക്ഷൻ ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, എപ്പോഴും കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് 150-ന് പകരം ഞാൻ 200 PV ആണ് ചെയ്യാറുള്ളത്. അപ്പൊ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 മാസം കൂടുമ്പോ എനിക്ക് എല്ലാ 4 മാസം കൂടുമ്പോ എനിക്ക് ഏകദേശം ഒരു 6000 രൂപയുടെ പ്രോഡക്റ്റ് എക്സ്ട്രാ കിട്ടുന്നുണ്ടായിരിക്കും. അപ്പൊ എന്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള തവിടെണ്ണയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന പോലെയാണ്. അപ്പൊ ആ തരത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്താനായിട്ട് 200 PV ആണ് ഞാൻ ചെയ്യാറുള്ളത്. ഇപ്പോ കമ്പനി ഇപ്പൊ അപ്ഗ്രേഡ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന 300 PVയിലേക്ക് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിച്ചാൽ വളരെ നല്ലതാണ്. എനിവേ, അപ്പൊ അത് നിർബന്ധമൊന്നുമല്ല പറയുന്നത്, ഞാൻ നല്ലതാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇപ്പൊ ഈ 200 PV ചെയ്യുന്നതില് ഞാൻ സെയിലൊന്നും നടത്താറില്ല. എനിക്ക് എന്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തന്നെ മേടിക്കാറുള്ളൂ. ആവശ്യമുണ്ട് എന്നുള്ളതാണ് അതിന്റെ വസ്തുത. കാരണം എന്താ വെച്ചാല് ഹെൽത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ, അതായത് സപ്ലിമെന്റ്സ്, ഹെൽത്ത് സപ്ലിമെന്റ്സ്, ഫുഡ് സപ്ലിമെന്റ്സിനെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ പ്രോഡക്റ്റുകളൊക്കെ
ആവശ്യമുള്ളതാണ്, അത്യാവശ്യമുള്ളതാണ്. അപ്പൊ ആയതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മളെ ആവശ്യത്തിന്, നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വാങ്ങിക്കുമ്പോൾ, നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് ആവശ്യത്തിന് മേടിക്കുമ്പോൾ 200 PV അല്ല അതിൽ കൂടുതൽ ചെയ്യേണ്ടി വരാറുണ്ട് എന്നുള്ളത് വേറെ വസ്തുത. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ പേഴ്സണൽ PV ഈ 100, 300, 200, 500 എത്രയാണെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. പക്ഷെ ആ തീരുമാനം നിങ്ങൾക്ക് വലിയൊരു റിസൾട്ടാണ് തരാനായിട്ട് പോകുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിന്നിംഗ് ടീമിന്റെ സിസ്റ്റം അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ അടുത്ത് പറയാറുള്ള ഒരു പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോർ, ഗോ ഗെറ്റർ, ക്രൗൺ ക്ലബ്ബ്, 3 സ്റ്റെപ്സ് ക്രൗണിൽ പറയുന്നതാണ്. അപ്പൊ അതിൽ ഗോ ഗെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ടീമില് കോർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വരുമ്പോഴാണ് നിങ്ങൾ ഗോ ഗെറ്റർ ആയിട്ട് മാറുന്നുണ്ടാവുക. നിങ്ങളുടെ നിങ്ങളുടെ 6 ടീമിൽ ഗോ ഗെറ്റേഴ്സ് വരുമ്പോഴാണ് നിങ്ങൾ ക്രൗൺ ക്ലബിലേക്ക് എത്തുന്നുണ്ടാവുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ 6 ടീമില് 6 പേര് കോർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുണ്ട്. അവര് ഗോ ഗെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓൾറെഡി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. അതിന്റെ താഴെ 6 കോർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ലെയറിൽ 36 പേരുണ്ടാവും. ഈ ഒരു പ്രോസസ്സ് കൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത 3ാമത്തെ ലെയറിൽ 36 എന്നുള്ളത് 216 പേരായിട്ട് മാറുന്നുണ്ടാവും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 3, 4, 5 ലെയർ താഴേക്ക് ഇറങ്ങി പോകുമ്പോ ഇതിങ്ങനെ തന്നെ പോയിക്കോളണം നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ തന്നെ പോയിക്കോളണം പറയാനും പറ്റില്ല. പക്ഷെ എങ്കിൽ പോലും നോർമൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിൽ കൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, അതായത് ആവശ്യക്കാരനായിട്ടുള്ള ഒരാള് ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ, 3 സ്റ്റെപ്സ് ടു ക്രൗൺ എന്നുള്ള ആ ഒരു പ്രോസസ്സ് കൂടെ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതേപോലെ ലെയർ ബൈ ലെയർ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ നമ്പറുകളൊക്കെ വരുന്നുണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോ നിങ്ങളുടെ ടീമില് 3ാമത്തെ ലെയർ വരുമ്പോഴേക്ക് 216 പേര് എന്ന് പറഞ്ഞാൽ ടോട്ടലി പറയുകയാണെങ്കിൽ 216 പ്ലസ് 36 പ്ലസ് 6 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 259 പേര് 4 ലെയർ വരുമ്പോഴേക്കും, നിങ്ങളടക്കമുള്ള 4 ലെയർ വരുമ്പോഴേക്കും ഈ ടീമിന്റെ സ്ട്രെങ്ത് ഉണ്ടായിരിക്കും. അടുത്ത ലെയർ വരുമ്പോ സ്വാഭാവികമായിട്ടും 1200 ഇഷ്ടം വരുന്നുണ്ട്.